നമസ്കാരം. WMC ന്യൂസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലോഷ്യസ് പെരേര. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് കാലത്തെ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി വേൾഡ് മലയാളി കൗൺസിൽ നോർക്കയുമായി ചേർന്ന് വെബിനാർ സംഘടിപ്പിച്ചു. കോവിഡ് കാലത്ത് സഹായഹസ്തവുമായി വേൾഡ് മലയാളി കൗൺസിൽ പെർത്ത് പ്രോവിൻസ്. ആഹ്ലാദകരമായി വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ നടത്തിയ സംഗമം 2021. വാർത്തകൾ വിശദമായി. കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധി കാലത്തും നാട്ടിലും മറുനാട്ടിലും വേൾഡ് മലയാളി കൗൺസിൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് എന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കാലഘട്ടത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്കായി വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം കോവിഡിന്റെ 3ാം ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മുന്നിലുള്ളതെന്നും കൂടുതൽ ജാഗ്രത പാലിച്ച് മുന്നോട്ടു പോകണമെന്നും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്. കോവിഡ് കാലഘട്ടത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്കായി വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ സംഘടിപ്പിച്ച പുരസ്കാര ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴാണ് വീണ ജോർജ് കേരളം 3ാം ഘട്ടത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് സംസാരിച്ചത്. മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ശ്രീ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കേട്ടേത് സദസ്സിനെ സ്വാഗതം ചെയ്തു. കോവിഡ് കാലഘട്ടത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകർക്ക് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ TK വിജയൻ അഭിനന്ദനം അറിയിച്ചു. അലൈൻ പ്രൊവിൻസിലെ ശ്രീമതി സോണിയ മനോജ് പ്രാർത്ഥനാഗാനം ആലപിച്ചു. മിഡിൽ ഈസ്റ്റ് റീജിയൻ ട്രഷററും പ്രോഗ്രാം കൺവീനറുമായ ശ്രീ രാജീവ് കുമാർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ മുഖ്യ അതിഥി വീണ ജോർജിനെ സ്വാഗതം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ആരോഗ്യ പ്രവർത്തകർക്കുള്ള സർട്ടിഫിക്കറ്റ് അനാവരണം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഗാദറിംഗിലേക്ക്, ഒരു മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ കുടുംബാംഗങ്ങളുമായി, ഭാരവാഹികളുമായി വളരെ അടുത്ത ബന്ധം, പലരുമായി വളരെ അടുത്ത കുടുംബ ബന്ധം എനിക്ക് ഉണ്ട്. ഈ COVID-19 പശ്ചാത്തലത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് അവർ നൽകിയ സേവനങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് WMC നൽകിയ സഹായങ്ങൾ, സേവനങ്ങൾ, അതിന് ഞാൻ നമ്മുടെ നാടിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത് COVID-19 പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളികളായിരുന്ന ഹെൽത്ത് വർക്കേഴ്സിനെയും അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച സേവനം നടത്തിയ സംഘടനകളെയുമാണ്. ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഈ ഒരു യോഗത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത്. ഞാൻ ഈ യോഗത്തിൽ ആദരിക്കപ്പെടുന്ന എല്ലാ സംഘടനകളെയും അതോടൊപ്പം തന്നെ എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനെയും ഞാൻ സല്യൂട്ട് അർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് ചെയ്ത സേവനം വളരെ വലുതാണ്. അത് വാക്കുകൾ കൊണ്ട് അതിന് നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല. നിങ്ങളുടെ സേവനം മനുഷ്യരാശിയോടുള്ള സേവനമാണ്, ഈ കാലത്തോടുള്ള സേവനമാണ്. നിങ്ങളുടെ സേവനത്തെ ചരിത്രം അടയാളപ്പെടുത്തും, അതിലൊരു തർക്കവുമില്ല. വേൾഡ് മലയാളി കൗൺസിൽ ഈ ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനെയും ആദരിക്കുവാൻ കാട്ടിയ, ഒന്നിച്ചു ചേർന്നതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. World Malayali Council Middle East Region takes immense pride in honoring social organizations, Indian Association Sharjah, India Social and Cultural Center Abu Dhabi, Indian Social Center Alain, AKMG Association of Kerala Medical Graduates UAE, ACAF All Kerala Colleges Alumni Forum UAE, BKSF Bahrain Kerala Social Forum, Santunam Kuwait,
eminent personalities: Mr. Ashraf Tamarashedi, Mr. O.V. Mustafa, Mr. Abubakar Sainuddin, Mr. Jabir PM, Mr. Nas Wakkam, Mr. M.M. Nasser. Frontline healthcare professionals: Dr. K. Sudhakaran, Aleen Province; Dr. Shahul Hamid, Aleen Province; Dr. Reggie K. Jacob, Ras Al Khaimah Province; Miss Minnie Thomas, Dubai Province; Miss Ritti Jose, Aleen Province; Miss Shanti Matthew, Alcoba Province; Dr. Deepthi Nair, Kuwait Province; Miss Ansi James, Aleen Province; Miss Suja Thomas, Alcoba Province; Dr. Fahd Usman, Qatar Province; Miss Shanti Biju, Aleen Province; Miss Josie Litti, Kuwait Province; Miss Sonia Manoj, Aleen Province; Miss Deepa George, Kuwait Province; Dr. Benazir Hakim, Oman Province; Miss Bindu Aji, Bahrain Province; Miss Deepa Matthew, Bahrain Province; Dr. Jitin Jamil, Ras Al Khaimah Province; Miss Jasmine Mohammed, Sharjah Province; Miss Preeti Shekhar, Aleen Province; Miss Tahira Kallimurikal, Aleen Province; Miss Sheila Binjo, Oman Province; Dr. M. Shamir, Qatar Province; Miss Ashwini Pushpa, Ajman Province; Dr. Siji Sebastian, Kuwait Province; Dr. Nisha Vijay Verghese, Aleen Province; Dr. Jorbin Rajan, Ajman Province; Miss Kavita Pradesh, Oman Province; Mr. Sanju George, Aleen Province; Dr. Sujit Shahul, Dubai Province; Miss Manju Rajesh, Sharjah Province; Dr. Shani Rahim, Dubai Province; Dr. Asmal Hussain, Ajman Province; Miss Sheeta Joseph, Alcoba Province; Dr. Fasil Ashik, Oman Province; Dr. Abdul Samad, Qatar Province; Dr. KP Najib, Qatar Province; Dr. Bijo K. Beni, Ras Al Khaimah Province; Dr. Junaid, Ras Al Khaimah Province; Dr. Michelle Hannah Reggie, Ras Al Khaimah Province; Mr. A.K. Setunath, Ras Al Khaimah Province; Mr. Sanoop Kunnel, Aleen Province; Mr. Sajid Kumar, Ajman Province. Healthcare professionals: Miss Philomena Sunil, Oman Province; Dr. Rajashri Narayan Kuti, Oman Province; Miss Celine Paulsen, Aleen Province; Miss Kochurani Biju, Aleen Province; Dr. Unnikrishnan Nair, Dubai Province; Miss Shirley Matthew, Oman Province; Miss Usha Harshakumar, Oman Province; Dr. Manoj Thomas, Oman Province; Dr. Regina Mohammed, Ajman Province; Miss Sheena Francis, Oman Province; Miss Justy George, Kuwait Province; Miss Josmi Jaral, Kuwait Province; Dr. Sharon Thomas, Oman Province; Dr. Divya Vijayan, Ajman Province; Miss Mariama Joseph, Kuwait Province; Dr. Sandhya Ravindran, Oman Province; Dr. Adira Chaladura, Dubai Province; Miss Susha Philip, Kuwait Province; Dr. Vinnie Sara Verghese, Ajman Province; Dr. Sabina Susan Thomas, Dubai Province;
Miss Dona Mariam Johnny, Alain Province. Dr. Grishma Vaishak, Ajman Province. Mr. Godwin Joseph, Oman Province. Mr. Mohammad Ashar, Oman Province. World Malayali Council Middle East, Norca Help Desk. Miss Reshma Reggie, Dubai Province. Miss Sheila Reggie, Dubai Province. Miss Joshila Shabo, Dubai Province. Miss Soni Lal, Alain Province. COVID-19 App Development. Dr. Sherimon PC, Oman Province. Dr. Vinu Sherimon, Oman Province. To all those honored today, heartfelt thanks and a big salute for the selfless service and all the sacrifices made to save the community. This is what it means to build a beautiful legacy. Thank you. വേൾഡ് മലയാളി കൌൺസിൽ പ്രസിഡന്റ് ശ്രീ ടി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കുകയും മിഡിൽ ഈസ്റ്റ് റീജിയൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ചെയർമാൻ ശ്രീ ജോണി കുരുവിള മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ശ്രീ ആസാദ് മൂപ്പനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കോവിഡാനന്തര കേരളവും പ്രവാസികളുടെ ഭാവിയും എന്ന വിഷയത്തിൽ ശ്രീ ആസാദ് മൂപ്പൻ പ്രഭാഷണം നടത്തി. ഈ ഒരു വാം ട്രിബ്യൂട്ട്സ് ടു ഫ്രണ്ട് ലൈൻ ഹീറോസ് എന്നുള്ളത് ഏറ്റവും സന്ദർഭോചിതമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതിന് ഒരു സംശയം. ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിനെ ആരോഗ്യ മേഖലയിൽ നാം ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. അതിൽ നിന്ന് ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പാൻഡമിക് വന്നത്. എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റി. ആ ഒരു പിടിച്ചു നിൽപ്പ് അതിന് ശക്തി നൽകാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ കരങ്ങൾ ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ബഹുമാന്യായ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അതിന് അവരെ കൂടെ നിന്നുകൊണ്ട് നമ്മളുടെയൊക്കെ ഒരു സഹായം, നമ്മളുടെ ഒരു കൈത്താങ് നൽകിക്കൊണ്ട് കേരളത്തിന് നൽകിക്കൊണ്ട് നമുക്ക് കൂടെ നിൽക്കാം എന്ന് നമുക്ക്. തിരക്കിനിടയിലും സമയം കണ്ടെത്തി പരിപാടിയിൽ പങ്കെടുത്തതിന് ശ്രീമതി വീണ ജോർജിനും ശ്രീ ആസാദ് മൂപ്പനും റീജിയൻ VP അഡ്മിൻ ശ്രീ വിനീഷ് മോഹൻ നന്ദി പ്രകാശിപ്പിച്ചു. ഗ്ലോബൽ VP മിഡിൽ ഈസ്റ്റ് റീജിയൻ ശ്രീ ചാൾസ് പോൾ പരിപാടി സംഘടിപ്പിച്ച റീജിയൻ ഭാരവാഹികളെയും ഇതിനെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച മിഡിൽ ഈസ്റ്റ് വുമൻസ് ഫോറത്തെയും അഭിനന്ദിച്ചു. ചടങ്ങിൽ ആദരിക്കുന്ന സംഘടനകളെയും സാമൂഹിക പ്രവർത്തകരെയും സെക്രട്ടറി ശ്രീ CA ബിജു പരിചയപ്പെടുത്തി. ആദരം നൽകിയതിൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് ശ്രീ EP ജോൺസൺ, ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ അബുദാബി ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ജോർജ് വർഗീസ്, ഇന്ത്യൻ സോഷ്യൽ സെന്റർ അലൈൻ പ്രസിഡന്റ് ശ്രീ മുബാറക് മുസ്തഫ, AKMG പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ്, അക്കാഫ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബക്കർ അലി, ബഹ്റൈനിലെ BKSF പ്രസിഡന്റ് ശ്രീ ബഷീർ അമ്പലായി, കുവൈത്തിലെ സാന്ത്വനം പ്രസിഡന്റ് ശ്രീ നെൽസൺ നൈനാൻ എന്നിവരും സാമൂഹ്യ പ്രവർത്തകരായ ശ്രീ അഷ്റഫ് താമരശ്ശേരി, ശ്രീ OV മുസ്തഫ, ശ്രീ സലീം, ശ്രീ നാസ് വക്കം, ശ്രീ ജാബിർ PM, ശ്രീ MM നാസർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കോവിഡ് രോഗം ശമനമില്ലാത്ത ആശങ്ക പടർത്തി ലോക ജനതയെ പ്രതിസന്ധിയിലാഴ്ത്തുമ്പോൾ പ്രവാസ നാട്ടിൽ ജീവിക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ ജീവിതാശങ്കകൾക്ക് പരിഹാരം തേടി കേരള സർക്കാരിൻ്റെ നോർക്ക റൂട്ട്സുമായി ചേർന്ന് വേൾഡ് മലയാളി കൗൺസിൽ വെബിനാർ നടത്തി. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ വരദരാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. കൊറോണ മഹാമാരിയുടെ ആരംഭത്തിന് മുമ്പ് തന്നെ ഗൾഫ് നാടുകളിലെ പ്രവാസി മലയാളി സമൂഹം തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാവുന്നതിൻ്റെ ആശങ്കയിലായിരുന്നു. അത്തരമൊരു സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ കേരള സർക്കാരും പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് കൊറോണ കാലത്ത് സംജാതമായ അപ്രതീക്ഷിത തിരിച്ചടികളെ അതിജീവിക്കാൻ പ്രവാസി സമൂഹത്തിന് വഴികാട്ടിയായി പ്രവർത്തിക്കാൻ പ്രവാസികാര്യ വകുപ്പിന് കീഴിലുള്ള നോർക്ക റൂട്ട്സുമായി കൈകോർത്ത് വേൾഡ് മലയാളി കൗൺസിൽ മുൻകാലങ്ങളിലും സഹായ സംഘടനയായി പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി നോർക്ക റൂട്ട്സിൻ്റെ വിവിധ സഹായ പദ്ധതികളും മടങ്ങി വന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുകൾ, മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സഹായം, നാട്ടിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തിയ സെമിനാർ WMC ഗ്ലോബൽ ചെയർമാൻ ശ്രീ ജോണി കുരുവിള ഉദ്ഘാടനം ചെയ്തു.
നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ ശ്രീ വരദരാജൻ മുഖ്യ വിഷയാവതരണം നടത്തി. ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ TP വിജയൻ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ബേബി മാത്യു സോമതീരം, ഷാജി M. മാത്യു, NRI NRK ഫോറം ചെയർമാൻ ശ്രീ മൂസക്കോയ, ഇന്ത്യ റീജിയൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി, പ്രസിഡന്റ് ശ്രീ PN രവി, ജനറൽ സെക്രട്ടറി ശ്രീ ഹരിനാരായണൻ, ട്രഷറർ ശ്രീ രാമചന്ദ്രൻ പേരാമ്പ്ര, തിരുവിതാംകൂർ പ്രോവിൻസ് ചെയർമാൻ ശ്രീ കബീർ ത്രിപുര, പ്രസിഡന്റ് ശ്രീ സാം ജോസഫ്, കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റ് B. ചന്ദ്രമോഹൻ, സെക്രട്ടറി ഡോക്ടർ ബൈജു എന്നിവർ സംസാരിച്ചു. ലോക്ക്ഡൌൺ കാലത്തെ പ്രവാസി മലയാളികളുടെ യാത്രാ പ്രശ്നം, വിസ പ്രശ്നം, വാക്സിൻ എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ വേൾഡ് മലയാളി കൗൺസിൽ നോർക്ക റൂട്ട്സുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് WMC നേതാക്കൾ അറിയിച്ചു. ഭാരതത്തിലെയും കേരളത്തിലെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നും $1 ലക്ഷം സഹായധനം വേൾഡ് മലയാളി കൗൺസിൽ പെർത്ത് പ്രോവിൻസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. WMC പെർത്ത് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സുമന്റെ നേതൃത്വത്തിൽ മറ്റു സംഘടനകളും സംയുക്തമായി നടത്തുന്ന ധനശേഖരണ യജ്ഞങ്ങളുടെ ഭാഗമായി ലഭിച്ച തുക കേരളത്തിലും ഭാരതത്തിലും ആരോഗ്യ മേഖലയിൽ നടത്തിവരുന്ന സഹായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് WMC ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ ചുമതലയിലുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഇർഫാൻ മാലിക് അറിയിച്ചു. ഇന്ത്യയിലെ കോവിഡ് ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് പശ്ചിമ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ 55 ലക്ഷം രൂപയുടെ ധനസഹായം. കോവിഡ് പ്രതിരോധ അനുബന്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ തുക ഉപയോഗിക്കുക. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുവാനാണ് ഈ തുക പ്രധാനമായും ഉപയോഗിക്കുക. വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഈ ഫണ്ട് ലഭ്യമാക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജിയന്റെ കീഴിലുള്ള പെർത്ത് ചാപ്റ്ററിന്റെ സഹകരണത്തോടെ മലയാളി അസോസിയേഷൻ ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഹീലിംഗ് ഇന്റർനാഷണൽ ചാരിറ്റി, ഹാബിറ്ററ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇന്ത്യ എന്നീ സംഘടനകൾ സംയുക്തമായാണ് അപേക്ഷ സമർപ്പിച്ചത്. കേരളത്തിനായി ഇനിയും കൂടുതൽ ധനശേഖരണ ശ്രമങ്ങൾ നടക്കുന്നതായി വേൾഡ് മലയാളി കൗൺസിൽ പെർത്ത് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സുമൻ ജോർജും ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ ചുമതലയുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീ ഇർഫാൻ മാലിക്കും സിഡ്നിയിൽ WMC ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ അപ്ലൈ ചെയ്ത ഗ്രാന്റ് ആക്ച്വലി 250,000 ആണ്. നമുക്ക് ഫൈനലി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 100,000 ആണ്. അപ്പം നമുക്ക് അതിലൊരു ഡെഫിസിറ്റ് ഉണ്ട്. അപ്പം നമ്മളത് മൂവിങ് ഫോർവേഡ് നമ്മൾ വേൾഡ് മലയാളി കൗൺസിൽ വൈഡർ കമ്മ്യൂണിറ്റിയോട് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു ഫണ്ട് റൈസിംഗ് കൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇവിടെ ഓസ്ട്രേലേഷ്യൻ റീജിയനിൽ നമ്മൾ ഇതിന്റെ ഡിസ്കഷനുകളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആ റീജിയനിലുള്ള വേൾഡ് മലയാളി കൗൺസിൽ ചാപ്റ്റേഴ്സ് ഒത്തൊരുക്കി കൂട്ടിച്ചേർത്താണ് ഈ ഡ്രൈവ് ഉദ്ദേശിക്കുന്നത്. One of the key things I want to highlight and recognize that approach right from collecting funds, our transparency maintain that buying equipment rather than sending funds directly to India, buying necessary hospital equipments and to provide that to needy government hospitals in Kerala. Adoru bhayangara commendable approach aanu. We would like to convey our sincere appreciation and thanks to the Western Australia government. കോവിഡ് വ്യാപനത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പ്രവാസി മലയാളി സമൂഹം ഉൾപ്പെടുന്ന ഭാരതീയരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു WMC സിഡ്നി പ്രോവിൻസും അതിനു കീഴിലുള്ള ചാപ്റ്ററുകളും. രണ്ടാം ഘട്ട കൊറോണ കാലത്തെ ലോക്ക്ഡൌൺ മൂലം ഓസ്ട്രേലിയൻ സർക്കാർ പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ പ്രതിസന്ധിയിലായ 10,000-ഓളം ഭാരതീയരിൽ 1,000-ഓളം മലയാളികളും ഉൾപ്പെട്ടിരുന്നു. അതിന് പരിഹാരം തേടി രാഷ്ട്രീയ വേദികളിൽ പോലും സജീവമായി ഇടപെടാൻ വേൾഡ് മലയാളി കൗൺസിൽ മറ്റു സംഘടനകളുടെ സഹകരണത്തോടെ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിന് നേതൃത്വം വഹിക്കുന്നത് WMCക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സഹായ ധനശേഖരണം സാധ്യമാകും എന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇർഫാൻ മാലിക് അറിയിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ നടത്തിയ സംഗമം 2021 കോവിഡ് നിയന്ത്രണം മൂലം നേരിൽ കാണാൻ കഴിയാതിരുന്ന കുടുംബാംഗങ്ങളുടെ കൂടിച്ചേരലിന്റെ ആഹ്ലാദവേളയായി. ന്യൂജേഴ്സി എഡിസൺ ഹോട്ടലിൽ വെച്ച് നടത്തിയ യോഗം വർണ്ണാഭമായ ഒരു കലാസന്ധ്യ കൂടിയായി മാറി.
റീജിയൻ പ്രസിഡന്റ് ശ്രീമതി തങ്കം അരവിന്ദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വ്യത്യസ്ത ഫോറങ്ങളുടെ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും തങ്ങളുടെ കർമ്മശേഷി വിജയചിഹ്നമാക്കി മാറ്റിയ മലയാളി സമൂഹം സംഘടനാ തലത്തിൽ ആഗോള മുദ്ര പതിപ്പിച്ച വേൾഡ് മലയാളി കൗൺസിലിന് ആരംഭം കുറിച്ചത് ന്യൂജേഴ്സിയിലാണ്. 1/4 നൂറ്റാണ്ടിന്റെ സജീവമായ സാന്നിധ്യം കൊണ്ട് മലയാളി കൂട്ടായ്മയുടെ പുതിയ സംഘപ്പെരുമ വിളംബരം ചെയ്യുന്ന ഈ സംഘടനയുടെ അമേരിക്കയിലെ വ്യത്യസ്ത പ്രോവിൻസുകളുടെ ഒത്തുചേരൽ ന്യൂജേഴ്സിയിൽ തന്നെ നടത്തിയത് ഗൃഹാതുരതയുടെ പ്രതീകാത്മക വേദി കൂടിയായി. അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ശ്രീമതി തങ്കം അരവിന്ദ് അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് SK ചെറിയാൻ, ഗ്ലോബൽ ട്രഷറർ ജെയിംസ് കൂടൽ, ഫോമർ പ്രസിഡന്റ് അനിയൻ ജോർജ്, ഫൊക്കാന മുൻ പ്രസിഡന്റ് മാധവൻ നായർ, WMC അമേരിക്ക റീജിയൻ ഭാരവാഹികളായ ബിജു ചാക്കോ, തോമസ് ചെല്ലേറ്റ്, ഷാലു പുന്നോസ്, പ്രോവിൻസ് ഭാരവാഹികളായ ജിനേഷ് തമ്പി, ഗോപിനാഥൻ നായർ, വർഗീസ് തെക്കേക്കര എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂയോർക്ക് പ്രോവിൻസ് ചെയർമാൻ വർഗീസ് P. എബ്രഹാം, പ്രസിഡന്റ് ഈപ്പൻ ജോർജ്, ഡാളസ് പ്രോവിൻസ് പ്രസിഡന്റ് ഷിബു സാമുവൽ, സെക്രട്ടറി എമി, വാഷിംഗ്ടൺ പ്രോവിൻസ് പ്രസിഡന്റ് മോഹൻ കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അമേരിക്ക റീജിയൻ ചെയർമാൻ ഹരി നമ്പൂതിരി, വൈസ് പ്രസിഡന്റ് ജേക്കബ് കുട്ടനാട്, മധു നമ്പ്യാർ എന്നിവർ സൂമിലൂടെ ആശംസകൾ നേർന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ വനിതാ ഫോറം പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ള, മിലി ഫിലിപ്പ്, ഡോക്ടർ റെമി, ആമി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കസവുമുണ്ട് പ്രദർശന വിൽപ്പന ആകർഷകമായി. കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സംഗമത്തിന് ചാരുതയേകി. സംഗമത്തിന്റെ സ്പോൺസർമാരായ തോമസ് മോട്ടയ്ക്കൽ, ജെയിംസ് കൂടൽ എന്നിവരെ പ്രത്യേകം അഭിനന്ദിച്ചു. ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, പ്രസിഡന്റ് TP വിജയൻ എന്നിവർ സൂമിലൂടെ ഈ സംരംഭത്തിന് ആശംസകൾ നേർന്നു. മറുനാടൻ മലയാളികളുടെ സാഹിത്യ അഭിരുചി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓൾ ഗോവ മലയാളി അസോസിയേഷൻ എന്ന ഫാഗ്മ നടത്തിവരുന്ന സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാഗമായി കവിതാലാപന മത്സരം സംഘടിപ്പിച്ചു. മലയാളം മിഷന്റെ സഹകരണത്തോടെ നടത്തിയ മത്സരം മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികളുടെ പുത്തൻ തലമുറയിൽ നിന്ന് മാതൃഭാഷയുടെ വേരറ്റു പോകാതെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മലയാളം പഠിക്കാൻ അവസരമൊരുക്കുന്ന കേരള സർക്കാരിന്റെ ഉദ്യമമാണ് മലയാളം മിഷൻ നടത്തിവരുന്നത്. ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഭാഷാ പഠനം, മലയാള പുസ്തക വായനാ സൗകര്യം, പരീക്ഷ എഴുതാനുള്ള അവസരം തുടങ്ങി ഏറെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഗോവയിലെ മലയാളി സമൂഹം ഏറെ കാലമായി മാതൃഭാഷയും സാംസ്കാരിക പൈതൃകവും ചോർന്നു പോകാതെ പിന്മുറക്കാർക്ക് പകർന്നു നൽകാൻ നടത്തുന്ന പദ്ധതികളിൽ ഒന്നാണ് വാർഷിക സാഹിത്യ മത്സരങ്ങൾ. ഗോവയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫാഗ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ 8ാം വാർഷിക സാഹിത്യ സമ്മേളനം ഇത്തവണ ഓൺലൈനായി സംഘടിപ്പിച്ചു. ശലഭവർണം എന്ന പേരിൽ നടത്തിയ കവിതാ പാരായണ മത്സരമായിരുന്നു ആദ്യ ആഴ്ചയിൽ നടത്തിയത്. ഏറെ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്ത മത്സരം മലയാള മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗോവ വിമൻസ് ഫോറം പ്രസിഡന്റും സാഹിത്യ സമ്മേളനം ജനറൽ കൺവീനറുമായ ശ്രീമതി രാജേശ്വരി നായർ ആമുഖ പ്രസംഗം നടത്തി. ഗോവ മലയാളം മിഷൻ പ്രസിഡന്റ് ജോൺസൺ പള്ളം സ്വാഗതം പറഞ്ഞു. ഫാഗ്മ പ്രസിഡന്റും വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാനുമായ വാസു നായർ, മലയാളം മിഷൻ UK ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ എ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഈ മനോജ് അവതാരകനായ ശലഭവർണ എന്ന കവിതാ പാരായണ മത്സരം ജയശ്രീ പ്രകാശും സുദിന രാജീവും ഏകോപിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് കാലത്തെ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി വേൾഡ് മലയാളി കൗൺസിൽ നോർക്കയുമായി ചേർന്ന് വെബിനാർ സംഘടിപ്പിച്ചു. കോവിഡ് കാലത്ത് സഹായഹസ്തവുമായി വേൾഡ് മലയാളി കൗൺസിൽ പെർത്ത് പ്രോവിൻസ്. ആഹ്ലാദകരമായി വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ നടത്തിയ സംഗമം 2021. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. അലൂഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ WMC ന്യൂസ്.